സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനം ഉചിതമായ സമയത്തെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പൊതുമേഖലാ സർവകലാശാലകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തിയാണ് സർക്കാർ തീരുമാനമെടുത്തത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുൻപുള്ള സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത്. അക്കാദമിക് പശ്ചാത്തല നിലവാരത്തിലടക്കം രാജ്യത്ത് മുൻപന്തിയിലാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സർവകലാശാലകളും കോളേജുകളും. 4 വർഷം കൊണ്ട് 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം കേരളത്തിൽ ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പൊതു സർവകലാശാലകളുടെ നില പരിതാപകരമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ, പൊതുകലാലയങ്ങളെയും പൊതു സർവകലാശാലകളെയും ഒക്കെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ആ ഇടത്തിലേക്ക് വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സർവകലാശാലകളെ നിർബാധം ആനയിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഇടപെട്ടുകൊണ്ട് പൊതു സർവകലാശാലയുടെ ഗുണനിലവാര വർധനവ് നല്ല രീതിയിൽ ഉറപ്പാക്കിക്കൊണ്ട് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉയർന്നു വരുന്ന ഡിമാൻഡുകൾ പരിഗണിച്ചുകൊണ്ടാണ് സ്വകാര്യ മൂലധനത്തിന്റെ സാധ്യതകൾ കൂടി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്താം എന്ന് കരുതുന്നത്. കോളേജുകളിലെ റാഗിങ്ങിനെതിരെ സാമൂഹ്യ ജാഗ്രത ഉണ്ടാകണം. കുടുംബാന്തരീക്ഷവും സാമൂഹ്യ അന്തരീക്ഷവും വളരെ പ്രധാനമാണ്. ലഹരി മാഫിയകളും ഒരു കാരണമാണ്. വൈകാരിക അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ കണ്ടെത്തി മാറ്റിയെടുക്കണം. പാരസ്പര്യ കണ്ണുചേർക്കൽ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമമുണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ വലിയ വിപര്യം തന്നെയാണ്. അത്തരം പ്രവണതകൾക്കെതിരായിട്ടുള്ള സാമൂഹ്യ ജാഗ്രത തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, അതായത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഏർപ്പെട്ടാൽ മാതൃകാപരമായിട്ട് തന്നെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. TCV തൃശൂർ.